ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് കോളേജിൽ യൂണിയൻ മീറ്റിങ്ങിന് പോവുകയാണ്. നേറ്റങ്കരോട്ട് കാട്ടാക്കട വരെ ഞാൻ ബസ്സിലാണ് പോയത്. അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്കൂട്ടിയിലാണ് പോയത്. അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഹെൽമെറ്റ് വാങ്ങിക്കാനാണ് പോയത്. അതിനുശേഷം അവിടെ നിന്ന് ഹെൽമെറ്റൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി കോളേജിലേക്ക് പോകണം. യൂണിയൻ മീറ്റിങ്ങിനാണ് പോകുന്നത്. ഞാൻ SFI യൂണിയനിലുണ്ട്. അതിനുശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സ്കൂട്ടിയിൽ കയറി. എന്നിട്ട് ഞങ്ങൾ ഷാർജ കുടിക്കാം. അതിനുശേഷം കോളേജിലെത്തി. യൂണിയൻ മീറ്റിംഗ് നടക്കുകയാണ്. ഞാൻ SFI യൂണിയനിലാണുള്ളത്. അതിനുശേഷം അതിനൊക്കെ ശേഷം ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് പോയി. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ അവളോട് സംസാരിച്ചൊക്കെ ഇരുന്നു. പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ നേരം നടന്നു. കുറച്ച് ദിവസം കൊണ്ട് കോളേജ് ഇല്ലായിരുന്നു, ലീവായിട്ട്. അതിനുശേഷം ഞാൻ എൻ്റെ യൂണിയനിലുള്ളൊരു മെമ്പറാണ്. പിന്നെ എൻ്റെ അപ്പുറത്തെ ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചൊക്കെ ഇരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് പോയി. ഇതാണ് എൻ്റെ ക്ലാസ് ഗൈസ്. അങ്ങനെ ഞാൻ ക്ലാസ്സിലോട്ടൊക്കെ കയറി. അങ്ങനെ ആരോ കിടന്ന് ഉറങ്ങിയാണ്. പിന്നെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ വരാന്തയിൽ കുറേ പെയിൻറ്റിങ്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞാൻ നോക്കിയത്. ഇത് ഞങ്ങളെ ലൈബ്രറിയാണ്. ഇന്ന് ലൈബ്രറി തുറന്നിട്ടില്ല. എന്നുവെച്ചാൽ ടൂറിൻ്റെ പൈസയൊക്കെ സെറ്റായി. എൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങളവിടെ സംസാരിച്ചിരുന്നു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് 10 രൂപ കടം തന്നു. അതിനുശേഷം ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. സപ്ലി എക്സാം നടക്കണം. അതിന് കുറച്ച് പിള്ളേരെ വന്നോളൂ. ഇതെൻ്റെ ജൂനിയറാണ്. എനിക്ക് അവളെൻ്റെ ജൂനിയർ എന്നേ തോന്നിയിട്ടില്ല. എൻ്റെ അതേ വൈബാണ്. അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ച് നടന്നു. പിന്നെ അവൾ ഐസ്ക്രീം കുടിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞാൻ അവളെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് കോളേജിലോട്ട് നടന്നു. അതിനുശേഷം സെക്യൂരിറ്റി മാമനെ കണ്ടു. പാവമാണ്. അങ്ങനെ മാമനുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. വീണ്ടും ഞാൻ ക്ലാസ്സിലോട്ട് പോയി. എല്ലാവരും സപ്ലി എക്സാം എഴുതുകയാണ്. അപ്പം ഞാനും കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ക്ലാസ്സിലുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ക്യൂട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം എൻ്റെ ഫ്രണ്ട് എക്സാം കഴിഞ്ഞ് വന്നു. 8 നിലയിൽ പൊട്ടുമെന്നൊക്കെയാണ് അവൻ പറയണത്. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം സപ്ലൈ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ടൂറിന് പോകേണ്ട ബസ്സിൻ്റെ പോസ്റ്ററൊക്കെ ഇറക്കി. ഇതാണ് ഞങ്ങൾ പോണ ബസ് ഗൈസ്. അതിനുശേഷം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി. അവരെനിക്ക് ഫുഡ് വാങ്ങിച്ച് തന്നു. ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.